ഈ പുഴയും കടന്ന് അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗയും വിനീതും കൂടെ ബീച്ചൊക്കെ കാണാൻ പോകുന്നുണ്ട്. എല്ലാവരുമായിട്ട് പോകുന്നത് തന്നെ ഗംഗയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഗംഗ അതിൽ കൂടുന്നുണ്ട്. അങ്ങനെ ബീച്ചിൽ ചെന്നതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഗംഗ ആരെയും കാണാതാകുമ്പോൾ ആകപ്പാടെ പേടിക്കുന്നുണ്ട്. അവിടെ നിന്ന് സെക്യൂരിറ്റി ഗാർഡിനോടത്തൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിനീതും സലീമൊക്കെയും കൂടെ വരുന്നുണ്ട്. കണ്ണാടിയൊക്കെ വാങ്ങിച്ച് അങ്ങനെ കുറേ പമ്പരമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഗംഗയാണെങ്കിൽ അത് കണ്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഗംഗയുടെ മനസ്സിൽ നല്ല വിഷമമാണ്. ഗംഗയുടെ മനസ്സിൽ ഒരു ജീവിതം ഇങ്ങനെയല്ലായിരുന്നു, അതിൻ്റെ ഒരു സങ്കടം ഗംഗയ്ക്ക് നല്ലവണ്ണമുണ്ട്. ഈ സമയത്താണെങ്കിൽ നരൻ്റെ വീട്ടിൽ മുത്തശ്ശൻ രഘുനാഥനാണെങ്കിൽ ഭയങ്കര വിഷമത്തിലാണ്. കാരണം ശിവരാമനെ അവിടുന്ന് പറഞ്ഞു വിട്ടെങ്കിലും ഇനിയും അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കാൻ ആരുമില്ല. നരനാണെങ്കിൽ ഇപ്പോഴും മുറി അടച്ചിട്ടും വിഷമിച്ചിരിക്കുന്ന കാരണം കമ്പനിയിലെ കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാൻ ആരുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് രഘുനാഥൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കമ്പനി പൂട്ടിക്കെട്ടേണ്ട വരുത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനുശേഷം കാണിക്കുന്നത് മുത്തശ്ശിയെടുത്ത് വന്ന് നരൻ പറയുന്നുണ്ട്, ആര് എൻ്റെ മുത്തശ്ശിയെ ഉപദ്രവിക്കാൻ നോക്കിയാലും ഞാൻ വെറുതെ വിടത്തില്ല. അയാളോടത്ത് പറഞ്ഞുതരാം. മാത്രവുമല്ല അതിന് ചുക്കാൻ പിടിക്കുന്നവരത്തും കൂടെ പറഞ്ഞു കൊടുത്തേരെന്ന് പറയുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് രഘുനാഥൻ്റെ കാലേ വന്ന് പിടിക്കുകയാണ് ശിവരാമൻ. കാരണം ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരുടെ ശിവരാമൻ ഒന്നുമില്ലാതായി. ഇനി വീണ്ടും തിരിച്ചെറുക, അത് മാത്രമേ ഉള്ളൂ. അതിന് ക്ഷമ ചോദിച്ച് രഘുനാഥൻ്റെ കാല് പിടിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് നരൻ ഇറങ്ങി വരുന്നുണ്ട്. നരന് കാര്യങ്ങളൊക്കെ അറിയാം, ഇവൻ ചതിയനാണെന്ന്. ഈ സമയത്ത് നമ്മുടെ കാവേരിയുടെ വീട്ടിലാണെങ്കിൽ ജയപാലൻ വീണ്ടും വരുന്നുണ്ട്. കാവേരി വീണ്ടും ആ വസ്തുവിനെക്കുറിച്ച് അന്വേഷിക്കാനും ആ വസ്തു ആരാണ് പണം കൊടുത്ത് വാങ്ങിച്ചതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ ഇറങ്ങിയുണ്ടെന്ന് ജയപാലന് മനസ്സിലായതുകൊണ്ട് തന്നെ വീണ്ടും വരികയാണ് ശാരദയെ കാണാൻ. ശാരദയെ കണ്ട് എങ്ങനെയെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ, ആ പൈസ മൊത്തവും താനാണ് കൊടുത്ത് വാങ്ങിച്ചതെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് വീണ്ടും ജയപാലൻ വരുന്നത്. പക്ഷേ കാവേരിക്ക് ഇപ്പോഴും സംശയമുണ്ട്. അത് ജയപാലൻ്റെ കള്ളക്കളിയാണെന്ന് കാവേരി ഒരുവിധം ഉറപ്പിച്ചാണ്. അത് അങ്ങനെയല്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ജയപാലൻ അവിടെ വന്ന് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാനുണ്ട്, എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ജയപാലനാണെങ്കിൽ ശാരദ ഓരോന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് വിനീതിൻ്റെ വീട്ടിലാണെങ്കിൽ സുലോചനയാണെങ്കിൽ മോനെ അവിടുന്ന് ഇറക്കി വിട്ടിട്ട് മോളെയും ഭർത്താവിനെയും കൂടെ അവിടെ താമസമാക്കിയിരിക്കുകയാണ്. അപ്പം മോളാണെങ്കിൽ ഇപ്പം സുലോചനയുടെ പൈസയും സ്വത്തും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുലോചന പറയുന്നുണ്ട്, എൻ്റെ മോള് എൻ്റെ പണവും വസ്തുവകകളും കണ്ട് ഇവിടെ നിൽക്കണ്ട, അതിനുവേണ്ടി ഇവിടെ നിൽക്കേ വേണ്ട. പിന്നെ അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ മോക്ക് ഇപ്പോഴേ ഇവിടുന്ന് പോകാം എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് മരുമോനാണെങ്കിൽ ആകപ്പാട് ചൂടാവുന്നുണ്ട്. ചൂടായിട്ട് കള്ളൊക്കെ കുടിച്ചോട്ട് വന്ന് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി സുലോചന നേരെ കത്തിയൊക്കെ ആയിട്ട് ചെല്ലുകയാണ്. അപ്പോൾ മോള് പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്യാണ്. ഇതൊക്കെയാണ് അടുത്ത ആഴ്ചത്തെ പ്രമോ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.